ഞാൻ 5 ലക്ഷോ ചോദിച്ചത്, സ്വത്ത് മുഴുവനും അല്ല. എന്റെ കയ്യിൽ പോക്കറ്റ് മണിയൊക്കെ വേണ്ടേ? ഞാൻ ജോലിക്ക് പോവാന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞു. വീട്ടിലിരിക്കുന്ന എനിക്ക് ഇൻകം വേണ്ടേ? എനിക്ക് പണം ആവശ്യം വരുമ്പോഴൊക്കെ കൈ നീട്ടി യാചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാ ഒറ്റ തവണയായിട്ട് 5 ലക്ഷം ചോദിച്ചത്. എന്തായാലും അഭി സ്വന്തം പോക്കറ്റിൽ നിന്നൊന്നും പണം എടുത്തു കൊടുക്കണ്ടല്ലോ. ഇത് കുടുംബ സ്വത്തല്ലേ? അങ്ങനെയെങ്കിൽ ഇവൾക്കും പങ്കുണ്ടായിരിക്കല്ലോ. പണം തരാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ എന്റെ മമ്മിയോട് ചോദിച്ചോളാം. എന്നാ പോയി ചോദിക്കേ. അവർ തരുന്ന എനിക്കൊന്ന് കാണണം. നീ പോയി 5 ലക്ഷം ചോദിച്ചാലേ 5 രൂപ പോലും തരില്ല. നീ ആരോടും പണം ചോദിക്കേണ്ട ആവശ്യമില്ല കാർത്തികേ, ഞാൻ തന്നെ തരാം. വളരെ താങ്ക്സ് ആന്റി. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തതുകൊണ്ട് എനിക്ക് 5 ലക്ഷം കിട്ടാൻ പോകുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അതുകൊണ്ടാ അപ്പപ്പം ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് പറയുന്നേ. അപ്പപ്പോ അല്ല ആന്റി, ഇനി നിങ്ങൾ പറയുന്നതേ ഞാൻ അനുസരിക്കൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ വസുവെടുത്ത് എന്നെ അടിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് വിട്ടേക്ക്. ഇപ്പൊ അവരുടെ സമയം കൊള്ളാം. നാളെ നമുക്ക് ഒരു സമയം വരും, അപ്പൊ കാണിച്ചു കൊടുക്കാം. ഈ വീട്ടില് വസുവെടുത്തിയും ഭാവനെടുത്തിയാണ് ഭരണം നടത്തുന്നത്. എന്റെ കയ്യിൽ അതെപ്പോഴാ കിട്ടുന്നേ? ഓരോ കൈക്കും ഓരോരോ സമയമുണ്ട് മോളെ. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നീ ഉയർന്ന സ്ഥാനത്തെത്തും. അതൊക്കെ ഇരിക്കട്ടെ, അഭി 5 ലക്ഷം രൂപ തന്നതിന് ശേഷം അതിൽ എനിക്കെന്ത് തരും? അതിന്ന് കുറച്ച് തരാ ആന്റി. കുറച്ചെന്ന് പറഞ്ഞാ എത്രയടി? വന്നതിന് ശേഷം തരാ ആന്റി. എന്തിനാ ടെൻഷൻ ആകുന്നേ? ഹായ് റാണി, വാട്സാപ്പ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ചേർന്ന് പാർട്ടി നടത്താന്ന് പറഞ്ഞിരുന്നില്ലേ? എപ്പോ, എവിടെ വെച്ച്? എപ്പോഴെങ്കിലും എന്തിനാ, ഇന്ന് തന്നെ പാർട്ടി നടത്താം. എന്നാ നമുക്ക് പബ്ബിലേക്ക് പോയാലോ? പബ് എന്തിനാ? അവിടെ നമ്മുടെ കൂടെ മറ്റുള്ളവരും ഉണ്ടാകും. ആവശ്യമില്ലാത്ത ഡിസ്റ്റർബൻസ്. വീട്ടിൽ തന്നെ പാർട്ടി നടത്താം. വീട്ടിലോ? ആരുടെ വീട്ടിൽ വെച്ച്? മറ്റു ഫ്രണ്ട്സിനോടെല്ലാം സംസാരിച്ച് നീ തന്നെ ഡിസൈഡ് ചെയ്യും. അപ്പൊ ഓക്കെ, എല്ലാരോടും സംസാരിച്ചിട്ട് നിന്നെ ഫോൺ ചെയ്യാം. ഓക്കെ ബൈ. എന്താ മോളെ പാർട്ടി എന്നൊക്കെ പറയുന്നേ? ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് ജോളിയായിട്ട് പാർട്ടി നടത്താൻ പോവാ ആന്റി. ആ പാർട്ടിക്ക് ഞാനും വരട്ടെ? അത് യൂത്ത് പാർട്ടി ആന്റി. യങ്സ്റ്റേഴ്സ് എല്ലാരും കൂടി ചേർന്ന് നടത്തുന്ന പാർട്ടിയാ. നിങ്ങളെ പോലുള്ള ഓൾഡ് വുമൻ നോട്ട് അലൗഡ്. എന്താടി എന്നെ ഓൾഡ് എന്ന് പറയുന്നേ? ഇനിയും എന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. ഒരു തവണ കഴിഞ്ഞതല്ലേ? അതിന് 2ാം തവണ കഴിഞ്ഞില്ലല്ലോ. പ്ലീസ്, വേണമെങ്കിൽ ഞാൻ മോഡേൺ ഡ്രസ് ഒക്കെ ഇട്ട് വരാടി. എന്നെ കൂടി പാർട്ടിക്ക് കൊണ്ടുപോടി. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ ആന്റി. പ്ലേസ് എവിടെയെന്ന് അറിഞ്ഞതിന് ശേഷം ആന്റിയോട് പറയാം. പാർട്ടിക്ക് റെഡി ആയിക്കോ. പാർട്ടിക്ക് അഭിയേട്ടൻ അതിനുള്ളിൽ 5 ലക്ഷം രൂപ ഇട്ടു. ആന്റി, ഇന്ന് പാർട്ടി ചെലവ് മുഴുവനും നമ്മുടേതാ. ചോദിക്കാം. വരണം സാർ. ഇവിടെ ഇരിക്കൂ സാർ. മോളെ വസു, ഭാവനെ, സാറ് വന്നിരിക്കുന്നു. നമസ്കാരം സർ. നമസ്കാരം മാഡം. കോഫിയോ ചായയോ എന്തെങ്കിലും എടുക്കട്ടെ സർ?
ഇപ്പൊ ഒന്നും വേണ്ട മാഡം. ഡിസൈൻസ് റെഡി ആയിട്ടുണ്ടോ? ആ എന്റെ ഏട്ടൻ ഇന്നലെ റെഡിയാക്കി കഴിഞ്ഞു. വളരെ നന്നായിട്ടുണ്ട് സാർ. ഭാവനെ പോയി എല്ലാം എടുത്തിട്ട് വരൂ. ശരി ഏട്ടാ. ഇപ്പൊ കിട്ടും നിങ്ങൾക്ക്. അത് ശരിയാ. കാർത്തികേ, അയാള് വന്നിട്ടുണ്ട്. പിന്നെ വിളിക്കാം. ആരാ ആന്റി? ഇന്നലെ വീട്ടിൽ വന്നി ഇവന്റ് കൊടുത്തില്ലേ അയാള്. വീണ്ടും വന്ന അയാള്? ഇപ്പൊ അയാൾക്ക് ഇവര് വരച്ച ഡിസൈൻസ് കാണിക്കാൻ പോവാ. ഡിസൈൻസ് അല്ല, വെള്ള പേപ്പറാ കാണിക്കാൻ പോകുന്നത്. എന്നാ വാ, അവര് വിളറി വെളുക്കുന്ന നമുക്ക് കാണാം. വാ. ഇതേട്ടാ. ഇത് നോക്കിയട്ടെ സാർ. ഈ ഇവന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 2 ദിവസം മുഴുവൻ ഏട്ടൻ കഷ്ടപ്പെട്ട് ഇത് ഡിസൈൻ ചെയ്തത്. ഞാൻ മാത്രമല്ല സാർ, ഇത് എൻ്റെ ഈ അനിയൻ വസു, എൻ്റെ വൈഫിൻ്റെ പങ്കാളിത്തം വരെ ഉണ്ടായിരുന്നു. ഇത് ഭാസ്കരേട്ടൻ വരച്ച ഡിസൈനാ. ഇത് സാറിന് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. എങ്ങനെയുണ്ട് സാർ ഡിസൈൻ? നല്ല പുതുമയുണ്ടല്ലേ സാർ? സാറിന് ഇഷ്ടമായില്ലേ? ട്രഡീഷണൽ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സാർ. എന്താ നിങ്ങൾ പറയുന്നത്? ഞാൻ മണ്ടരാണെന്ന് കരുതിയോ നിങ്ങൾ? എന്ത് പറ്റി സാർ? MD പേപ്പേഴ്സ് എന്റെ കൈ തന്നിട്ട് അതിൽ ഡിസൈൻസ് ഉണ്ടെന്ന് പറയുന്നു. MT പേപ്പേഴ്സോ? അയ്യോ അല്ല സാർ, അതൊക്കെ ഡിസൈൻസാ. എന്നെ നിങ്ങൾ പറ്റിക്കാൻ നോക്കിയാണോ? ഇതെല്ലാം വെള്ള കടലാസുകളല്ലേ, ഡിസൈൻസ് എവിടെ? ഇതാണോ നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്തത്? ഈ വെള്ള പേപ്പർ തരാനാണോ നിങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ടത്? മണ്ടനാക്കാൻ എന്നെയാണോ കിട്ടിയത്? സോറി സാർ, എന്തോ ഇവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ചേച്ചി, ഭാസ്കരേട്ടൻ ഇന്നലെ വരച്ച ഡിസൈൻ അല്ലേ എടുത്തിട്ട് വന്നത്? അത് തന്നെയാ വസു കൊണ്ടുവന്നേ. അത് തന്നെ കൊണ്ടുവന്നെങ്കിൽ വരച്ച ഡിസൈൻസ് ഒക്കെ എവിടെയാ എടുത്തി? അത് എല്ലാവരും ചേർന്ന് ഇവിടെ നാടകം കളിക്കാമോ? എന്താ വസു, നിങ്ങളെ വിശ്വസിച്ച് വന്ന എന്നെ പറ്റിക്കാൻ നോക്കിയാണോ? ഇതാണോ നിങ്ങളുടെ സംസ്കാരം? ഇതാണോ നിങ്ങളുടെ സംസ്കൃതി? ഈവൻസ് വാ ആന്റി. വെറുതെ ബോർഡും നോക്കി ഓഫീസ് ഇട്ടുകൊണ്ട് കാര്യമില്ല. ജോലി ചെയ്യാനും അറിഞ്ഞിരിക്കണം. നല്ല ഡിസൈൻസ് കിട്ടുമെന്ന് കരുതി വന്ന എനിക്ക് നല്ല പണിയാ തന്നിരിക്കുന്നത്. എന്താ ഭാസ്കരേട്ടാ, അവർക്ക് ഡിസൈൻസ് കൊടുക്കാതെ ഏട്ടൻ MT പേപ്പറാണോ കൊടുത്തത്? നീ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നേ? അല്പെങ്കിലും ഉത്തരവാദിത്തം വേണ്ടേ? നാളെ ഇദ്ദേഹത്തിന്റെ മോളുടെ റിസപ്ഷൻ എങ്ങനെ നടത്തും? ജോലി ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് അറിയില്ലെന്നങ്ങ് പറഞ്ഞാ പോരെ. ഈവന്റ്സിന് സംബന്ധിച്ചിട്ട് ഡിസൈൻസ് വരച്ചില്ലെങ്കിൽ എങ്ങനെയാ? അല്ല, ജോലി ചെയ്യുന്നതിന് മുന്നേ അവന് ജോലി അറിയണ്ടേ? നീ അപ്പോഴേ പറഞ്ഞതല്ലേ ഭാസ്കരേട്ടന് എക്സ്പീരിയൻസ് ഒട്ടും തന്നെ ഇല്ലെന്നും ചെയർമാൻ സീറ്റിൽ ഇരിക്കാൻ യോഗ്യനല്ലെന്നും. ഞാൻ പറയുന്നത് ഇവിടെ ആരെങ്കിലും കേൾക്കാറുണ്ടോ? എന്നെ വഴക്കും പറഞ്ഞ് എല്ലാവരും ചേർത്ത് ഭാസ്കരേട്ടന്റെ തലയിൽ കിരീടം വെച്ചിരിക്കുക. ഇപ്പൊ നിന്റെ ഭാസ്കരേട്ടൻ പാവ ഇവരുടെ തലയിൽ വലിയ തൊപ്പി വെച്ച് കൊടുത്തിരിക്കുക. കാർത്തിക ഇളയമേ, ഭാസ്കരേട്ടനെ പറ്റി ഇനി ഒരു വാക്ക് മിണ്ടിയാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്.
അവര് പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? നിങ്ങളുടെ ചേട്ടന് ജോലി ചെയ്യാൻ അറിയില്ലെന്ന് ഈ empty പേപ്പേഴ്സ് കാണുമ്പോഴേ മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇവന്റ്സ് തന്നതിന് എന്നെ ചെരുപ്പ് ഊരി അടിക്കണം. കുറെ കാലം നിങ്ങളുടെ ഓഫീസ് അടച്ചിട്ടിരുന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ല. സർ പ്ലീസ് സർ, ഒരു നിമിഷം സാർ ഇരിക്കേ. ഇനി എന്തോന്ന് പറയാനാ? വേറെ ഇവന്റ്സ് ആൾക്കാരെ ഞാൻ നോക്കിക്കൊള്ളാം. അതിൻ്റെ ആവശ്യമില്ല സാർ. സാറിൻ്റെ ഡിസൈൻസ് റെഡിയാണ്. എന്താ ഈ വെള്ള പേപ്പറുകളാണോ? അല്ല, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും. എന്താ ഇപ്പൊ ഡിസൈൻസ് വരച്ച് കാണിക്കാൻ പോവുകയാണോ? അല്ല സാർ, എൻ്റെ ഏട്ടൻ വരച്ച ഡിസൈൻസ് തന്നെ ഞാൻ കാണിക്കാം. വസുന്ധര, ഇപ്പോൾ ഒരു ക്യാൻഡിൽ കത്തിച്ചോണ്ടോ. കത്തിച്ചുകൊണ്ട് വരാനാ ഞാൻ പറഞ്ഞത്. പട്ടാപ്പകലെന്തിനാ മെഴുകുതിരി കത്തിക്കുന്നേ? കസ്റ്റമറിന് അഭിയേട്ടൻ കാൻഡിൽ ലൈറ്റ് ഡിന്നർ കൊടുത്തുവിടാൻ പോവാണോ എന്തോ. അല്ല, അവന്റെ കയ്യിൽ വേറെന്തോ ഐഡിയ ഉണ്ട്. ഏട്ടാ, ഈ ചാർട്ടൊന്ന് പിടിക്ക്. എന്താ അഭിരാം, ഡിസൈൻസ് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് വെള്ള പേപ്പർ കത്തിക്കുക? നല്ല ചൂടാക്കിയാണ് സാർ. എന്തിന്? ഒന്ന് വെയിറ്റ് ചെയ്യാം സാർ. ഇത് നോക്ക് സാർ, എൻ്റെ ഏട്ടൻ വരച്ച ഡിസൈൻസ് സാറ് തന്നെ കാണും. നല്ല ഭംഗിയുണ്ടല്ലോ സാർ. ഇനി എൻ്റെ ഏട്ടൻ ഈ ഡിസൈനെ കുറിച്ച് സാറിന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഏട്ടാ, ക്യാരി ഓൺ. ശരി അബി, നമുക്ക് ഗണപതി പൂജയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് മംഗളസ്നാനം. അത്ഭുതം, വളരെ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ളൊരു ഫംഗ്ഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. നിങ്ങൾക്ക് തന്നെ ഇവന്റ്സ് തന്നേക്കാം. വാവ്, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇതാ വസുന്ധര മാഡം അഡ്വാൻസ്. ഉടനെ തന്നെ ഫംഗ്ഷന് വേണ്ട കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യും. എനിക്കല്ല, ചേച്ചിക്ക് കൊടുത്തേക്ക്. എന്റെ എന്തിനാ വസു? ഇത് ഭാസ്കരേട്ടന്റെ അധ്വാനത്തിന്റെ ഫലമാ. ചേച്ചിയുടെ കയ്യിൽ തന്നെ എത്തേണ്ടത്.
ഇതിലെല്ലാവരുടെയും കഠിനാധ്വാനം ഉണ്ട് വസു. എല്ലാവരും കഷ്ടപ്പെട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആദ്യത്തെ വരുമാനം അഖിലിനാ കൊടുക്കേണ്ടത്. വാങ്ങിച്ചോളൂ അഖിൽ. അയ്യോ വേണ്ട ഏടത്തി. നമ്മുടെ ഓഫീസ് നിന്റെ കൈ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ വരുമാനം നീ തന്നെ വാങ്ങണം അഖിൽ. സർ, അഖിലിന്റെ കയ്യിൽ കൊടുത്താൽ മതി. ഇത് വാങ്ങണം സാർ. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. കാര്യം അറിയാതെ ഞാൻ നിങ്ങളെല്ലാവരെയും വഴക്ക് പറഞ്ഞു. നാളെ എന്റെ മകളുടെ ഫംഗ്ഷനെ നിങ്ങൾ എല്ലാവരും വരണം. ഉറപ്പായി വരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ പോയിട്ട് വരട്ടെ. താങ്ക് യു സാർ. വരട്ടെ വരട്ടെ മാഡം. താങ്ക്സ് അബി. നീ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിച്ചത്. ഏട്ടന് വന്ന ആദ്യത്തെ ഇവന്റ് നഷ്ടപ്പെടുമെന്ന് കരുതി അബി. പക്ഷെ നീ കാരണം ആ ഇവന്റ് തിരിച്ചു കിട്ടി. ഏട്ടൻ കറക്റ്റ് സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ കസ്റ്റമർ ഞങ്ങളെ നാണം കെടുത്തിട്ട് പോവുമായിരുന്നു. ഇന്നലെ രാത്രി ഭാസ്കരേട്ടൻ കഷ്ടപ്പെട്ട് വരച്ച ഡിസൈൻസ് എല്ലാം എങ്ങനെയാ മായായി മറിഞ്ഞത്? ഏട്ടൻ ചൂട് കാണിച്ചപ്പോ അതെങ്ങനെയാ തിരിച്ചു വന്നത്? വെരി സിമ്പിൾ വസുന്ധര. ഇന്നലെ ഏട്ടന് പറ്റിപ്പോയത് എന്താന്ന് വെച്ചാൽ, കുട്ടികൾ ഉപയോഗിക്കുന്ന മാജിക് പെൻസിൽ വെച്ചാണ് ഏട്ടൻ ഡിസൈൻ വരച്ചത്. അത് വെച്ച് വരച്ചു കഴിഞ്ഞാൽ 18 മണിക്കൂറിനുള്ളിൽ ഈ ഡിസൈൻസ് എല്ലാം മാഞ്ഞു. പേപ്പർ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ വരച്ചതെല്ലാം തിരിച്ചു വരെ. ഒരു ചെറിയ ഡൗട്ട് അടിച്ചിടാ ആ ട്രിക്ക് ഒന്ന് യൂസ് ചെയ്തേ. പക്ഷെ വർക്കൗട്ടായി. അബി, താങ്ക്സ് അബി. നീ ശരിക്കും എൻ്റെ അഭിമാനം രക്ഷിച്ചത്. ഏട്ടൻ്റെ മാനവും മര്യാദയല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ മാനവും മര്യാദ. ഞാനിരിക്കുമ്പോൾ സംസ്കൃതി ഈവൻസിന് ഒരു ബാഡ് ഇമേജും ഉണ്ടാവില്ല. നേരത്തെ ഏട്ടന് നല്ല പെൻസിലുകളാ തന്നത്. അതെങ്ങനെ മാജിക് പെൻസിൽസ് ആയി മാറിയെന്ന് എനിക്കറിയില്ല. നീ അറിയാതെ വലുതും എൻ്റെ മാജിക് പെൻസിൽ തന്നതായിരിക്കും ഭാവനെ. ചിലപ്പോ അങ്ങനെ സംഭവിച്ചു കാണും. അങ്ങനെയാണെങ്കിൽ തെറ്റെല്ലാം എന്റേതായിരിക്കുമല്ലേ? അഭി കാരണം എല്ലാരും രക്ഷപ്പെട്ടു. എന്താ ആന്റി ഇങ്ങനെ സംഭവിച്ചത്? അതേടേ, നമ്മൾ വിചാരിച്ചതൊന്ന് നടന്നത് മറ്റൊന്നും. ഞാൻ മാറ്റിവെച്ച മാജിക് പെൻസിൽസ് അബിയേട്ടൻ എങ്ങനെയാ കണ്ടുപിടിച്ചത്? അതേടേ, നീ പെൻസിൽ മാറ്റിയ കാര്യം എനിക്കറിയാം. പക്ഷെ അത് അബി എങ്ങനെ അറിഞ്ഞു? അത് കണ്ടതുകൊണ്ട് ഞാൻ അറിഞ്ഞു. എന്താ അബി നീ കണ്ടേ? കാർത്തിക അവിടുന്ന് ആ പെൻസിൽ എടുത്ത് മാറ്റിയത് ഞാൻ കണ്ടു. സോറി അബിയേട്ടാ, അത് കുട്ടികളുടെ പെൻസിൽസ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആ പെൻസിൽസ് ആണെങ്കിൽ നല്ലതുപോലെ ഡിസൈൻസ് വരുമെന്നാ വിചാരിച്ചത്. അതെ അബി, ഭാസ്കരന് നല്ലതിന് വേണ്ടിയല്ലേ കാർത്തിക പെൻസിൽ മാറ്റിയത്. അത് മാജിക് പെൻസിൽ ആയിരുന്നു എന്ന് പാവം കാർത്തികയ്ക്ക് പോലും അറിയില്ലായിരുന്നു. നിങ്ങൾ എന്തിനാണ് പെൻസിൽ മാറ്റിയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആവശ്യമില്ലാതെ നിങ്ങൾ ഉരുണ്ട് കളിക്കാൻ നോക്കണ്ട. സംസ്കൃതി ഈവൻസ് എന്ന് പറഞ്ഞാൽ അതിനൊരു പേരുണ്ട്, പ്രശസ്തിയുണ്ട്, മര്യാദയുണ്ട്. അതെങ്ങാനും നശിപ്പിക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല. നിങ്ങൾ വേറെ എന്ത് ചെയ്താലും ഞാൻ സഹിക്കും. എന്നാൽ ഈ വീടിനും കുടുംബത്തിനും ബാഡ് ഇമേജ് അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഞാൻ ആരാണെന്നറിയും.
ഇത് വാണിംഗ് ആയിട്ട് എടുത്താലും ശരി, അല്ലാതെ വേറെ രീതിയിൽ എടുത്താലും ശരി, ദയവ് ചെയ്ത് ഇനി ഒരു തവണ കൂടി ഇത് ആവർത്തിക്കണം. താങ്ക് ഗോഡ്, രക്ഷപ്പെട്ടു ആന്റി. അതെ അതെ, ഭാഗ്യം കൊണ്ട് അബി നമ്മളെ വഴക്ക് മാത്രം പറഞ്ഞിട്ട് പോയത്. ഏട്ടനായതുകൊണ്ട് മാത്രം ക്ഷമിച്ചത് ഇളയമ്മ.